ഗഡികളെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം കേട്ടാ. അപ്പൊ നമ്മുടെ ബാലിയിലത്തെ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളാണ്. അടിപൊളി കാഴ്ചകൾ തന്നെയാണ് രണ്ടാമത്തെ ദിവസവും കാത്തിരിക്കുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റിക്സിൻ്റെ വണ്ടിയിൽ ബാലിയിലെ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകൾക്കായി ഇറങ്ങി. അതിനു മുന്നേ ഒരു പ്രത്യേക കാര്യം പറയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും 2 ദിവസത്തെ വീഡിയോ കൂടി ഉണ്ട്. അത് ഞാൻ സൗകര്യം പോലെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഈ പറയുന്ന രണ്ടാമത്തെ ദിവസത്തെ ബാലി കാഴ്ചകളിൽ ഞങ്ങൾക്ക് 2 ഐറ്റമാണ്. ഒന്ന് വാട്ടർ സ്പോർട്സ് ആണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഡേ കവർ ചെയ്യും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും ടയേർഡ് ആവുന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടും വേറെ കുറേ ഐറ്റംസ് ഒന്നും നമ്മൾ ഐറ്റനറിൽ കുത്തിക്കയറ്റിയിട്ടില്ല. 1-2 ഐറ്റം, അതായത് ഈ വാട്ടർ സ്പോർട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു ഐറ്റം അത്ര തന്നെ പറ്റുള്ളൂ. അങ്ങനെ ഈ വാട്ടർ സ്പോർട്സ് ഏരിയയിലേക്ക് ക്ലബ്ബുകൾ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലേക്ക് പോകാൻ കുറച്ച് വഴിയുണ്ട് ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് നിന്ന്. അങ്ങനെ യാത്ര തിരിച്ചപ്പോൾ നമ്മുടെ ട്രാവൽ ഏജൻറ്റിൻ്റെ ടൈപ്പുള്ള ഒരു വാട്ടർ സ്പോർട്സ് ക്ലബ്ബ് ആയിരിക്കണം ഇത്. എന്നിട്ട് ബായു സുട്ട എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ്. ആ ക്ലബിലേക്ക് എറിക്സ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ട്രാവൽ ഏജൻറ്റിൻ്റെ വക കോംപ്ലിമെൻ്ററി ഒരു ബനാന ബോട്ട് റൈഡ് ഉണ്ട്. അതുകൂടാതെ പാരാസെയിലിംഗ് ഉണ്ട്, സ്കൂബ ഡൈവിംഗ് ഉണ്ട്, മെറൈൻ വാക്ക് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റൊക്കെയും കഴിഞ്ഞ് ആദ്യമേ ഞങ്ങൾ ഈ ബനാന ബോട്ട് റൈഡിന് തുടങ്ങി. ബനാന ബോട്ട് റൈഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ബോട്ടിൽ ഞങ്ങളെല്ലാവരും ലൈനായിട്ടിരിക്കുന്നു. അതിനെ ഈ പറയുന്ന ഒരു സ്പീഡ് ബോട്ട് വലിച്ചു കൊണ്ടുപോകുന്നു. അതുകൊണ്ടൊന്നും വേറെ യാതൊരു പ്രശ്നങ്ങളും നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പം നമുക്കൊരു ത്രില്ലിംഗ് ആണ് യാത്ര. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് അവർക്ക് തോന്നുമ്പോൾ അതൊന്ന് ഫ്ലിപ്പ് ചെയ്യും ഈ ബനാന ബോട്ട്. ആ ഫ്ലിപ്പിൽ സത്യം പറഞ്ഞാൽ നമ്മളെങ്ങനെ എടുത്തെറിയണ പോലെയാണ്. നമ്മൾ പിടിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ശരിക്കായിട്ട് എടുത്തെറിയണ മാതിരിയാണ്. പിന്നെ ഇതെന്താ വെച്ച് കഴിഞ്ഞാലേ, നമുക്ക് നീന്തൽ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. അറിയോ എന്ന് ചോദിച്ചാൽ അറിയും, എന്നാ അറിയില്ലേ എന്ന് ചോദിച്ചാൽ അറിയില്ല. അത്ര തന്നെ. വൈഫിന് അറിയില്ല എന്നാണ് പറഞ്ഞത്. പിള്ളേർക്ക് 2 പേർക്കും നീന്തലറിയാം. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങളും. പിന്നെ സേഫ്റ്റി ജാക്കറ്റും സേഫ്റ്റി മെഷേഴ്സും ഒക്കെ എടുത്തിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഒരു ഫ്ലിപ്പ് ചെയ്യുള്ളൂട്ടാ, ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാം. ആ ഫ്ലിപ്പും കൂടി ആകുമ്പോഴല്ലേ ഒരു രസം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതും കൂടി എടുത്തത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും വീണ്ടും വലിച്ച് ഈ ബനാന ബോട്ടിലേക്ക് കയറ്റി. എന്നെയൊക്കെ അവിടുന്ന് ബനാന ബോട്ടിൽ കയറ്റാൻ പെട്ട പാട് എന്താന്നുള്ളത് ആ കയറ്റിയോണ്ട് ചോദിച്ചറിയാം. എളുപ്പമല്ല. വീണ്ടും ഇതുപോലെ നമ്മളെ ബോട്ട് വലിച്ചുകൊണ്ട് പോകുന്നു. ദേ പോണ അടുത്ത ഫ്ലിപ്പ്. ഇങ്ങനെ 1, 2, 3 ഫ്ലിപ്പൊക്കെ കഴിഞ്ഞാൽ മനുഷ്യൻ ടയേർഡാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരുവാവും. അങ്ങനെ ഒരു വിധേനെ ഈ ബനാന ബോട്ട് റൈഡ് അവസാനിപ്പിച്ച് ഞങ്ങൾ കരയ്ക്ക് കയറി ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോൾ അവിടെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കാം. അതൊക്കെ കഴിച്ച് അടുത്ത ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാസെയിലിംഗ് ആണ്. അതായത് നമ്മളെ ഒരു സ്പീഡ് ബോട്ടിൽ ബാക്കിലൊരു പാരച്യൂട്ടുള്ള ഒരു സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് ഈ പാരച്യൂട്ടിൽ 2 പേര് വീതം ഇരുന്നിട്ട് സ്പീഡ് ബോട്ട് സ്പീഡിൽ പോകുമ്പോൾ ഈ പാരച്യൂട്ട് മുകളിലേക്ക് പോകും. അതാണ് പാരാസെയിലിംഗ്. അപ്പോൾ അതിൽ പിള്ളേരൊക്കെ സെറ്റായി, ഞാനും വൈഫൊക്കെ സെറ്റായി. ഞങ്ങളെ ആദ്യമേ ഒരു ബോട്ടിൽ കയറ്റി. ആക്ച്വൽ ഈ പാരച്യൂട്ട് ഉള്ള ഒരു ബോട്ടുണ്ട്, അത് കുറച്ച് അങ്ങോട്ട് നീട്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മളെ ഈ ബോട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഈ ബോട്ടിൽ, ഈ ചെറിയ ബോട്ടിൽ കയറി. എന്നിട്ട് ഞങ്ങളെ ഈ പറയുന്ന പാരച്യൂട്ട് ഘടിപ്പിച്ചിട്ടുള്ള ഒരു ബോട്ടുണ്ട്, ആ ബോട്ടിലേക്ക് എത്തിച്ചു ഞങ്ങളെ 4 പേരിനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ബോട്ടിൽ ഞങ്ങളെ എത്തിച്ചതിന് ശേഷം ഞാനും വൈഫുമാണ് ആദ്യം ഈ പറയുന്ന പാരാസെയിലിംഗ് ചെയ്യാം എന്ന് പറഞ്ഞത്. അങ്ങനെ പാരാസെയിലിങ്ങിനായിട്ട് വൈഫും ഞാനും കയറി. എൻ്റെ ആദ്യത്തെ അനുഭവമാണ്, വൈഫിൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ട്, സേഫ്റ്റി ലോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത്ര വലിയ റിസ്ക് ഒന്നുമില്ല അതിൽ, ഈ പാരാസെയിലിങ്ങിൽ. പിന്നെ നമ്മൾ വെള്ളത്തിലല്ല, നമ്മൾ പൊങ്ങി പോവാണ്. അങ്ങനെ ഞങ്ങളെ സേഫ്റ്റിയും ഇതൊക്കെ നോക്കി അതിനുശേഷം സ്പീഡ് ബോട്ട് യാത്ര തിരിച്ചു.
സ്പീഡ് ബോട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഈ പാരച്യൂട്ടിൽ എയർ കയറി പാരച്യൂട്ട് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങണു. അപ്പം അതിനനുസരിച്ച് നമ്മളും മുകളിലേക്ക് പൊങ്ങും. അങ്ങനെ പൊങ്ങി 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 അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമ്മളെത്തും. അപ്പം അവിടെ നിന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ പറയണ മാതിരിയല്ല, നല്ല അടിപൊളി കാഴ്ചയാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വെള്ളം ക്ലിയർ വെള്ളമായതുകൊണ്ട് കടലിൻ്റെ അടിത്തട്ട് വരെ കാണാം. പിന്നെ ഒരുപാട് ബോട്ടുകൾ തലങ്ങും വിലങ്ങും പോണു. പിന്നെ ഈ ബീച്ചിൻ്റെ ഓരം സത്യത്തിൽ കടലിൽ നിന്ന് കാണാനുള്ളൊരു വ്യൂ ഉള്ള ഒരു എന്താ പറയുക, ഒരു വൈഡ് ആംഗിൾ വ്യൂ കാണുമ്പോൾ ഉള്ളൊരു രസം എന്ന് പറയുന്നത് ഒന്ന് വേറെ. പോരാത്തതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു എയർപോർട്ട്. അപ്പോൾ അവിടുന്ന് ഫ്ലൈറ്റുകളും ഇടയ്ക്കിടയ്ക്ക് പറന്നു പോകുന്നുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന ബോട്ടാണെങ്കിൽ റൗണ്ട് എന്താ പറയുക, തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാരണം കൊണ്ട് എല്ലാ ആംഗിളിൽ നിന്നുള്ള വ്യൂ, ആ പറയുന്ന വാട്ടർ സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന ആ ബീച്ചിൻ്റെ എല്ലാ സൈഡിലെ വ്യൂവും നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ യാത്ര. ഞാനും വൈഫും ഈ പാരച്യൂട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയുക തൂങ്ങി കിടക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അങ്ങനെ പേടിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ടുള്ള ഈ പറയുന്ന കാഴ്ചകളൊക്കെ ഒരു 10-20 മിനിറ്റ് നേരം അവരിങ്ങനെ ആ കടലിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം പതുക്കെ, അത് നമുക്കറിയാം, മെല്ലനെ നമ്മൾ വീണ്ടും ഈ ബോട്ടിലേക്ക് ഇങ്ങനെ അടുത്ത് വരുന്ന പോലെ തോന്നും. അപ്പം അതിനർത്ഥം അവർ ഈ റൈഡ് അവസാനിപ്പിച്ചു തുടങ്ങിയെന്നാണ്. അങ്ങനെ ഞാനും വൈഫും ഈ പാരച്യൂട്ടിലെ ഞങ്ങളുടെ പാരസൈലിംഗ് കഴിഞ്ഞ് സ്ലോലി ബോട്ടിനോട് അടുത്തടുത്തടുത്ത് വന്ന്, ഇതിൽ ബോട്ടിൽ ലാൻഡ് ചെയ്യുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ടേക്ക് ഓഫിന് സമയത്ത് നമ്മൾ ഇരുന്നാൽ മതി. അവർ പറയുന്ന ആ ഒരു സീറ്റ് പോലത്തെ സ്ഥലമുണ്ട്, അത് അവിടെ ഇരുന്നാൽ മതി. സുഖമായിട്ട് ബോട്ട് സ്പീഡ് ബോട്ട് പൊങ്ങുമ്പോൾ ഈ പാരച്യൂട്ടിൽ എയർ കയറി നമ്മൾ മുകളിലേക്ക് പോകും. പക്ഷെ വന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് ശരിക്ക് വന്ന് നിന്നാൽ മതി എന്നാണ് പറയണേ. പക്ഷെ സത്യം പറയാല്ല, എനിക്ക് നിൽക്കാനൊന്നും പറ്റിയില്ല. ഞാനിങ്ങനെ വന്നിട്ട് ഒറ്റ വീഴ്ചയാ. വൈഫ് അവിടെ നിൽക്കണുണ്ട്. ഇങ്ങനെയാണ് അവിടെ നിന്നത്. നമ്മൾ വന്ന് കറക്റ്റ് ലാൻഡിങ് തന്നെയായിരുന്നു, അതായത് വീഴ്ചയായിരുന്നു. എനിവേ, പക്ഷേ നല്ല രസമായിരുന്നു. നല്ല ആകാശ കാഴ്ചകളും ഇതൊക്കെ കണ്ട് ഒരുപാട് നേരം, ഒരു 10-20 മിനിറ്റോളം ഒരു ട്രിപ്പ് അവർ ചെറിയ യാത്ര ചെയ്യും. അങ്ങനെ വന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ, അതായത് അയാൾ പറയുന്നുണ്ട് എന്നോട് നിന്നാൽ മതി എന്ന്, പക്ഷേ എനിക്ക് പറ്റണ്ടേ, ഞാൻ വന്നൊരൊറ്റ കിടപ്പാ. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരൊക്കെ കയറി. പിള്ളേർ രണ്ടുപേരും കയറി. അവർക്ക് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ നീന്തൽ അറിയാവുന്നതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവാം. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള രീതിയിലാണ് അവരെ ഇവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ പാരച്യൂട്ട് കുറച്ചങ്ങോട്ട് മുകളിലേക്ക് പൊങ്ങി പിന്നെ വീണ്ടും വെള്ളത്തിലോട്ട് അവരുടെ കാലൊക്കെ നനയാവുന്ന രീതിയിൽ വീണ്ടും ഒന്ന് ചെറുതായിട്ട് താത്തി, എന്നിട്ട് പിന്നെ വീണ്ടും മുകളിലേക്ക് പൊങ്ങിയിട്ടൊക്കെയാണ് അവരുടെ ഈ പാരസൈലിംഗ് യാത്ര ഉണ്ടായിരുന്നത്. അവരും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അവർക്കും, അവർ രണ്ടുപേരും ആദ്യമായിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ എങ്കിലും അവർ രണ്ടുപേരും വളരെയധികം എൻജോയ് ചെയ്തു. അങ്ങനെ ഈ പറയുന്ന ആകാശ കാഴ്ചകളൊക്കെ കണ്ട് അവർക്കും തിരിച്ച് അധികം വൈകാതെ ഒരു 10-20 മിനിറ്റാണ് ഈ ടോട്ടൽ യാത്ര ഉണ്ടാവുക ഒരു പെയറിന്. അങ്ങനെ അത് കഴിഞ്ഞ് അവരുടെ യാത്രയും കഴിഞ്ഞ് അവരും തിരിച്ച് ബോട്ടിലേക്ക് എത്തി. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ 2 ഓപ്ഷനാണ്. അതായത് ഒന്ന് സ്കൂബ ഡൈവിങ്, രണ്ടാമത് മെറൈൻ വാക്ക്. മെറൈൻ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് അത് നീന്തൽ അറിയണമെന്നില്ല, കാരണം കടലിൻ്റെ അടിത്തട്ടിൽ അവർ ആളുകൾക്ക് നടക്കാവുന്ന ഒരു റെയിലൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു ഏരിയ സെറ്റപ്പ് ചെയ്തേക്കുക. അത് ഈ പറയുന്ന പാരച്യൂട്ടിൻ്റെ സെയിൽ ചെയ്യുന്ന സ്ഥലത്തല്ല, കുറച്ചുകൂടിയും കടലിലേക്ക് പോയിട്ടാണ്. വേറൊരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടുത്താണ്. സ്കൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നടക്കാനുള്ളതൊന്നുമില്ല, പിടിക്കാനൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ സിലിണ്ടറൊക്കെ പുറത്തിട്ടിട്ട് ഉള്ളിലേക്ക് ചാടിയിട്ട് അവർ നീന്തലാണ്. അപ്പം ഞാനും വൈഫും ഈ നീന്തലിലെ അഗ്രഗണ്യരായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മറ്റേ മെറൈൻ വാക്കാണ് പ്രിഫർ ചെയ്തത്. അവർ രണ്ടുപേരും
നീന്തൽ അറിയില്ല ശരിക്കും. അപ്പം അതിൻ്റെ പേരിൽ അവർ സ്കൂബ ഡൈവിങ് പ്രിഫർ ചെയ്തു. സത്യത്തിൽ ഈ ഹെൽമെറ്റ് പോലൊരു സാധനം വെക്കും. ആ ഹെൽമെറ്റ് വെച്ചിട്ട് നമ്മളോട് അയാളെന്നോട് പറഞ്ഞത് ഹെൽമെറ്റ് വെച്ച താഴ്ത്തിക്ക് പൊക്കോന്ന് പറഞ്ഞേ. അങ്ങനെ ഹെൽമെറ്റ് ശരിക്കും എൻ്റെ തലയിൽ വെച്ചുവിടുമ്പോൾ കണ്ട നമ്മളൊരൊറ്റ പോക്കാ താഴ്ത്തിക്ക്. കാരണം അത്രയും വെയിറ്റ് ഉണ്ട് ഹെൽമെറ്റ്. അപ്പം ആ ഹെൽമെറ്റിൻ്റെ വെയിറ്റ് കൊണ്ടാണോന്ന് അറിയില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, ഓക്സിജനൊക്കെ ഒരു അതിലൊരു കണക്ഷൻ ഉണ്ട് മുകളിലേക്ക്. ആ കണക്ഷൻ വഴി നമുക്ക് ശ്വാസം വലിക്കാനൊന്നും ബുദ്ധിമുട്ട് വരില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമോ എന്ന് എനിക്കൊരു ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പിള്ളേരുടെ ഈ പാരസൈലിംഗ് ഒക്കെ കഴിഞ്ഞു വന്നിരുന്നു. അവരുടെ യാത്രാനുഭവങ്ങളൊക്കെ അവർ രണ്ടുപേരും എക്സ്പ്ലെയിൻ ചെയ്തു. ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും പറഞ്ഞു. ഈ പറഞ്ഞ നേരം കൊണ്ട് ഈ ബോട്ട് തന്നെ കുറച്ചുകൂടിയും ഉൾക്കടലിലേക്ക് പോയിട്ട് ഒരു പ്ലാറ്റ്ഫോം പോലത്തെ ഒരു ഏരിയ, ആ ഏരിയയുടെ അടുത്ത് കണ്ട് എത്തിച്ചു. എന്നിട്ട് ഞങ്ങളെ ആ പ്ലാറ്റ്ഫോമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ മെറൈൻ വാക്കിനും അതുപോലെ സ്കൂബ ഡൈവിങ്ങിനും ഒക്കെ പ്രത്യേക ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ജാക്കറ്റ് പോലത്തെയൊക്കെ പുൾ ഓൺ ചെയ്യണം. പിന്നെ ഷൂസ് ഉണ്ട് സെപ്പറേറ്റ്. പിന്നെ ഈ ഹെൽമെറ്റ് ഇടുക, അതിൻ്റെ ഉള്ളിലേക്ക് ചാടുക. അങ്ങനെ നമ്മളെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി. അപ്പോൾ സുഖമാണ്. ഒരു റെയിൽ പോലെയൊക്കെ ഉണ്ട്. ആ റെയിൽ പിടിച്ച് നടന്നാൽ മതി. പിന്നെ ഒരുപാട് മീനുകൾ, ഒരു രക്ഷയില്ലാട്ടാ. അത് കണ്ടേ പറ്റുള്ളൂ. അതായത് ഇത് അത്ര കടലിന്റെ ദൂരത്തേക്കൊന്നും പോയിട്ടില്ല. ഈ ഭാഗത്ത് ഇത്ര മീനുണ്ടെങ്കിൽ അപ്പോൾ ഉൾക്കടലിലെ അവസ്ഥയൊക്കെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഗംഭീര വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മീനുകൾ, അതും കളർഫുൾ മീനുകൾ. അതാ രസം. ഒരു മീനും എന്താ പറയാ, ഒക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന മീന് പോലെ എനിക്ക് തോന്നിയത്. ഞാൻ എൻജോയ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ പേടിയുണ്ട് എനിക്ക്. ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിലൂടെ വെള്ളം കയറുമോ എന്നുള്ള ചെറിയ പേടിയുണ്ട്. വൈഫ് വളരെ കൂളായിട്ട് നടക്കണുണ്ട്. അറിയില്ല എന്താണെന്നറിയില്ല. പേടിയില്ലാത്തതാണോ അതോ ഫുള്ള് പേടിച്ചിട്ടാണോ എന്നറിയില്ല. എനിവേ പിള്ളേരും ഈ പറഞ്ഞ മാതിരി അതിന് നമുക്ക് അവർക്ക് തീറ്റ കൊടുക്കാനുള്ള കുറച്ച് സാധനം കൊടുന്നു തരും. അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ ഇഷ്ടം പോലെ മീൻ അവിടെ നിന്നൊക്കെ വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു ഹോട്ടലിൽ ചെന്നു. ആ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം നോക്കുമ്പോൾ അവിടെ സീ ഫുഡാണ് മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു സീ ഫുഡ് പ്ലാറ്ററൊക്കെ ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. മറ്റേ ഈ ഓസ്ട്രിച്ച് പോലത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതിൽ. കക്ക, ഷെല്ല്, അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ 4 പേരും അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ അത് കഴിച്ചു. അതിനുശേഷമുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറയുന്ന ഒരു ടെമ്പിളിലേക്കാണ്. അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി ഏകദേശം. ഉള്ളുവട്ട ടെമ്പിൾ എന്നാണ് ഇതിന് പറയുക. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടലിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു റോക്കിൻ്റെ മുകളിലാണ് ഒരു ചെറിയ ടെമ്പിൾ. ഒരുപാട് കുരങ്ങുകളുള്ള ഒരു ഏരിയ ആണ് അത്. ആ അമ്പലത്തെ കാക്കുന്നത് വരെ ആ കുരങ്ങന്മാരാണെന്നാണ് ഐതിഹ്യം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെച്ചക് ഡാൻസ് ഉണ്ട്, ഫയർ ഡാൻസ്. അത് ആണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. അതിനി നിങ്ങൾ കണ്ടു നോക്കൂ. ശരിക്കും നല്ല അടിപൊളി ഡാൻസ് തന്നെയാണ്. അത് 1 മണിക്കൂറൊക്കെ ഉണ്ട് ആ ഡാൻസ് ത്രൂ ഔട്ട്. പക്ഷേ ഞാനത് വളരെ കട്ട് ചെയ്ത് വളരെ കുറച്ച് ഭാഗമേ കാണിച്ചിട്ടുള്ളൂ. എനിക്ക് കാരണം 1 മണിക്കൂറൊന്നും കാണിക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് കാണിക്കുന്നത്. അത് നിങ്ങളൊന്ന് ആസ്വദിക്കും. പിന്നെ ഇത് രാമായണത്തെ ബേസ് ചെയ്തിട്ട്, രാമായണത്തിലെ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നതും അങ്ങനത്തെ ആ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡാൻസ്. അപ്പോൾ അത് നിങ്ങൾക്ക് ശരിക്കും ഫുള്ള് ഈ ഡാൻസ് കാണുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. വളരെ നല്ല രീതിയിലാണ് അവർ ഈ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് വളരെ കാലത്തെ പ്രാക്ടീസ് കൊണ്ടായിരിക്കണം ഈ ഡാൻസ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എക്സലൻറ്റ് ഫോം ഓഫ് ഡാൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ ആസ്വദിച്ചു, നിങ്ങളും ആസ്വദിച്ചോളൂ.